വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം. അധ്യായം 16, 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഫരിസേയരുടെയും സദുക്കായരുടെയും പുളിമാവ്. മറുകരയിലേക്ക് പോകുമ്പോൾ അപ്പമെടുക്കാൻ ശിഷ്യന്മാർ മറന്നിരുന്നു. യേശു പറഞ്ഞു, ശ്രദ്ധിക്കുവിൻ, ഫരിസേയരുടെയും സദുക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. നാം അപ്പമൊന്നും എടുക്കാത്തത് കൊണ്ടായിരിക്കാം എന്നവർ പരസ്പരം പറഞ്ഞു. യേശു ഇതറിഞ്ഞ് അവരോട് ചോദിച്ചു, അല്പവിശ്വാസികളെ, അപ്പമില്ലാത്തതിനെ പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നതെന്തിന്? നിങ്ങൾ ഗ്രഹിക്കുന്നില്ലല്ലോ? 5000 പേരുടെ 5 അപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? എത്ര കൂട്ട അപ്പകഷ്ണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു? 4000 പേരുടെ 7 അപ്പവും നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? അന്ന് എത്ര കുട്ടകളാണ് നിങ്ങൾ നിറച്ചത്? ഞാൻ അപ്പത്തെ പറ്റിയല്ല സംസാരിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തതെന്തുകൊണ്ട്? ഫരിസേയരുടെയും സദുക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പത്തിന്റെ പുളിമാവിനെ പറ്റിയല്ല, ഫരിസേയരുടെയും സദുക്കായരുടെയും പ്രബോധനത്തെ പറ്റിയാണ് സൂക്ഷിച്ചുകൊള്ളാൻ അവൻ അരുൾ ചെയ്തതെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി. ആശയവിനിമയത്തിലുണ്ടാകാവുന്ന ധാരണാ പിശകുകൾ. പരസ്പരം നടത്തുന്ന ആശയവിനിമയങ്ങൾ വ്യക്തികൾ തമ്മിൽ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യത മനുഷ്യരുടെ ഇടയിലെ നിത്യസംഭവമാണ് എന്നുള്ളത് നമുക്കറിയാം. ഇത്തരത്തിലുള്ള ഒരു ധാരണാ പിശക് യേശുവിന്റെയും ശിഷ്യന്മാരുടെയും ജീവിതത്തിൽ ഉണ്ടായത് വിവരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇന്നത്തെ സുവിശേഷം. യേശു ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതും വളരെയേറെ ശ്രദ്ധയോടുകൂടി അനുധാവനം ചെയ്യേണ്ടതുമായിട്ടുള്ള പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ശിഷ്യന്മാരെ പറഞ്ഞ് പഠിപ്പിക്കുന്ന അവസരമായിരുന്നു. സമൂഹത്തിലെ വളരെ പ്രബലരായ 2 വിഭാഗക്കാരായിരുന്നു ഫരിസേയരും സദുക്കായരും. അവര് യുക്തിഭദ്രമായ രീതിയിൽ തന്നെ ജനങ്ങളെ സമീപിച്ച് ധാരണാപിശകുകൾ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പ്രാപ്തരാണ് അവര് എന്ന് യേശുവിന് നന്നായിട്ട് അറിയാം. അങ്ങനെ ഒരു തരത്തിൽ സമൂഹത്തിലെ ധാരണാപിശകുകൾ ഉണ്ടാക്കി തെറ്റായ ധാരണകൾ സമൂഹത്തിൽ പ്രചരിക്കാനും അതുവഴി തന്റേതായിട്ടുള്ള പഠനത്തിന് നേരെ വിപരീതമായിട്ടുള്ള ആശയം ജനങ്ങളുടെ ഇടയിൽ പ്രചരിക്കാനും ഇടവരുത്താൻ പ്രാപ്തരായിട്ടുള്ള വ്യക്തികളാണ് അവര് എന്ന ധാരണ യേശുവിനുള്ളതിന്റെ അടിസ്ഥാനത്തിൽ യേശു ശിഷ്യന്മാരോടായിട്ട് വഞ്ചിയിൽ കയറി യാത്ര ചെയ്യുന്നതിനിടയിൽ പറയുകയാണ്, നിങ്ങൾ ഫരിസേയരുടെയും സദ്ദുക്കാരുടെയും പുളിമാവിനെ സൂക്ഷിക്കണം. പുളിമാവ് എന്ന് കേട്ട ഉടനെ തന്നെ ശിഷ്യന്മാർ മനസ്സിലാക്കിയത് തങ്ങൾ അപ്പം യാത്രയ്ക്ക് എടുത്തില്ല എന്നുള്ളത് യേശു മനസ്സിലാക്കിയിട്ട് അതിനുള്ള കുറ്റപ്പാടാണ് ഈ നടത്തിയത് എന്ന ചിന്തയാണ് ശിഷ്യന്മാർക്കുണ്ടായത്. സത്യത്തിൽ പറഞ്ഞാൽ അവരുടെ കൈവശം ഒരു അപ്പേ ഉണ്ടായിരുന്നുള്ളൂ. വളരെയധികം പേർക്ക് ആ അപ്പം ഒന്നുമല്ല. അത് കണ്ട് ശ്രദ്ധിച്ചില്ലല്ലോ എന്നുള്ളത് അവരെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു യേശു എന്ന രീതിയിലാണ് ശിഷ്യന്മാരെ ഈ പുളിമാവ് എന്ന് കേട്ടപ്പോ ഉടനെ അവരുടെ തലയിൽ ചിന്ത വന്നത്. യേശു പുളിമാവ് എന്നല്ല പറഞ്ഞ് സദുക്കാരുടെയും ഫരിസേയരെയും പുളിമാവിനെ ശ്രദ്ധിക്കുക. യേശുവിന്റെ മനസ്സിലുള്ളത് അവരുടെ കുതന്ത്രങ്ങളും കൗശലമായിട്ടുള്ള രീതികളും സമൂഹത്തിലെ സാധാരണക്കാരുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാനും ചിന്തകള് വികലമാക്കാനും സാധിക്കാവുന്ന അതിനെ സൂക്ഷിക്കണം എന്ന രീതിയാണ് യേശു അവരെ പഠിപ്പിച്ചത്. പക്ഷെ അവര് ഭക്ഷണത്തെപ്പറ്റി യേശു പറഞ്ഞു എന്ന് മനസ്സിലാക്കി. ഈ അവസരത്തിൽ യേശു വളരെ വളരെ ക്ഷമയോടുകൂടെ അവരെ വീണ്ടും പഠിപ്പിക്കുകയാണ്. മക്കളെ, അപ്പത്തെ പറ്റി നിങ്ങൾ എന്തിനു ചിന്തിക്കുന്നു? 5 അപ്പം കൊണ്ടും എത്രയോ പേരെ പല അവസരങ്ങളിൽ അത്ഭുതകരമായിട്ട് അത് വർദ്ധിപ്പിച്ച് ഞാൻ ജനങ്ങളെ തീറ്റിപ്പോറ്റിയത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അങ്ങനെ അപ്പം എടുക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ കുറ്റപ്പെടുത്തിയതാണെന്ന് നിങ്ങൾ എന്തിനു ചിന്തിക്കുന്നു? ഞാൻ പറഞ്ഞത് സദുക്കാരുടെയും ഫരിസേയരെയും പുളിമാവിനെ സൂക്ഷിക്കുക, അവരുടെ കൗശലത്തെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ട് നിങ്ങളുടെ തലയിൽ കയറുന്നില്ല?
പറയുന്ന കാര്യങ്ങളല്ല യഥാർത്ഥത്തിൽ ശിഷ്യന്മാർ മനസ്സിലാക്കുന്നതെന്ന് വരുമ്പോൾ പറയുന്ന യേശുവിന് യഥാർത്ഥത്തിൽ ദുഃഖം തോന്നും. ഇവിടെയും യേശുവിന് ദുഃഖം തോന്നിക്കാണും എന്ന് വരികൾ തന്നെ ക്ഷമയോടുകൂടെ യേശു തന്റെ ശിഷ്യന്മാരെ വീണ്ടും വീണ്ടും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ശാന്തവും ദീർഘവീക്ഷണത്തോടും കൂടിയുള്ള ഒരു ശൈലി യേശുവിൽ നാം കാണുന്നുണ്ട്. ഈ ശൈലിയിൽ നമുക്കും പങ്കുപറ്റാൻ ഉണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞു എന്നാൽ നമ്മുടെ അനുദിന ജീവിതത്തിലെ കുറേ കൂടിയും ടെൻഷൻ ഫ്രീ ആയിട്ടും കുറേ കൂടിയും സുഗമമായിട്ട് ആശയവിനിമയത്തിനും നമുക്ക് സാധിക്കാൻ ഇടവരും എന്ന് വേണം ധരിക്കാം.